ആ അമ്മ ഞാൻ നേരാക്കിക്കോളാം. ആ പെരേക്കും പോവാൻ പറ്റാത്ത അവസ്ഥ അല്ല പഠിച്ചോലെ. ഇവിടെ അമ്മ ഒറ്റക്കാണ്, ടെക്കും പറഞ്ഞേക്കുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് സുഖമാണ്. എന്തായാലും എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സൈക്കിള്. എന്തെങ്ങനെ തീരെ വയ്ക്കണില്ല. ഒരു മക്കൾക്കാണെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഇട്ട് കാട്ടും. എന്റെ കൂടെ ആരും കാണാത്ത. ആ താത്ത, ആ കുഞ്ഞുമ്മ, ഈ എപ്പളാടി വന്നേ? ഞാൻ എന്താ നേരെ നിങ്ങളെ അടുത്തേക്കാ വരുന്നത്. ഞാൻ ചായ എന്തേലും കൊടുക്കാം. ഉമ്മാനെ കണ്ടാ? ഇല്ലെന്ന് ഉമ്മാനെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്താ നിങ്ങള് കെടുക്കണേ? എന്റെ മുഖമൊക്കെ വല്ലാതിരിക്കണ്ടല്ലോ. അമ്മ എന്തേലും പറഞ്ഞാ? ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ലടി. ഉമ്മ എന്നോട് കൊറേ പറഞ്ഞതാ പോവാന്. ഞാൻ പോവായി. ഇന്റെ ഉമ്മല്ലേ ആള്. ഇന്റെ ഉമ്മാനെ ഞാൻ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയൊന്നല്ലല്ലോ. എന്താ സംഭവം എന്താ? ഇങ്ങനെയിടി ഞാൻ അതെല്ലാരോടും പറയാ. എന്റെ അവസ്ഥ നോക്കി. നമുക്കൊന്ന് ആലോചിച്ചൂടെ? 10 കൊല്ലത്തിന് ശേഷമല്ലേ നമുക്കൊരു കുട്ടി ഉണ്ടാവണേ. കൊറേ മരുന്നും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷമല്ലേ എനിക്ക് ഉണ്ടാവണത്. അപ്പൊ ആലോചിച്ചൂടെ? നല്ല റെസ്റ്റ് വേണം. പട്ടികളെ കൊണ്ട് പണി എടുപ്പിക്കും പോലെ എടുപ്പിക്കും. ഇമ്മാനോട് ഡോക്ടർ പറഞ്ഞതാ, കുമ്പിട്ട് നീരരുത്, റെസ്റ്റ് വേണം. ഇമ്മ പണി അല്ലാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. ഇമ്മ നല്ല കുമ്പിട്ട് പണിയെടുക്കണം, എന്നാലേ പ്രസവാവും. എന്തായാലും അത്രയും ആഗ്രഹിച്ചുണ്ടാവണല്ലേ. ഉമ്മാക്കൊന്ന് ചിന്തിച്ചൂടെ? ഉമ്മാന്റെ മകനല്ലേ. അനക്കറിയില്ല ഒരു കുട്ടിയില്ലാത്തതിന്റെ വിഷമം. അത് ഞാൻ പറയണം? താത്ത കരയണ്ട. എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങള് പറഞ്ഞ പോലെ ഒരു കുട്ടിയില്ലാത്ത വിഷമം എനിക്ക് നന്നായിട്ട് അറിയും.